പ്ലാവിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് വിയറ്റ്നാം എർലിയുടെ തൈകളാണ്. ഇവിടെ ജാതിയുടെയും അടയ്ക്കാമരത്തിൻ്റെയും ഇടയിൽ ഈ പ്ലാവ് തൈകളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനധികം സ്ഥലവും വേണ്ട, അധികം വലുപ്പം വരികയില്ല ഈ തൈകൾ. സ്ഥലമില്ലാത്തവർക്ക് ഡ്രമ്മിൽ വെച്ചും വളർത്താവുന്ന ഒരിനം പ്ലാവാണ് ഇത് 1 കൊല്ലം കൊണ്ട് നമുക്ക് കാഴ്ച കിട്ടും. പിന്നെ വർഷത്തിൽ 2 തവണ ചക്ക കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിവിടെ കായ്ക്കാത്ത പ്ലാവാണെങ്കിൽ ഇതുപോലെ മോതിരവളയം ഇട്ട് കൊടുത്താൽ നമുക്ക് പ്ലാവ് കായ്ച്ചു കിട്ടും. ഇത് കായ്ക്കാണ്ട് നിന്നിരുന്ന ഒരു പ്ലാവായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കായ്ച്ചു കിട്ടി. പ്ലാവ് തന്നെയല്ല, മറ്റേതും കായ്ക്കാത്തതാണെങ്കിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തിരിയൊക്കെ ഇട്ടാണ്, കണ്ടില്ലേ? നന്നായി തിരി ഇട്ടിട്ടുണ്ട്. 2 ചക്ക ഒരു വിധം വലുപ്പം വന്നിട്ടുമുണ്ട്. പിന്നെ വിയറ്റ്നാം എർലിയുടെ തൈകളുടെ ചുവട്ടിലൊക്കെ നമുക്ക് പുല്ലൊക്കെ പുതയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് വേണം വെക്കാനായിട്ട്. പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടിയോ ജൈവവളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ നിൽക്കുന്ന പ്ലാവുകളെല്ലാം പഴയ പ്ലാവുകളാണ്. പഴച്ചക്കയും വരിക്കച്ചക്കയൊക്കെയാണ്. ഇത് പക്ഷേ വളരെ ഉയരം കൂടുതലുമാണ്. ഇടാനായിട്ട് ചക്കയൊക്കെ ഉണ്ടാകുമ്പോൾ നന്നായി ചക്കയുണ്ടാകും, പക്ഷേ ചക്ക ഇടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളത് ഇടിയൻ ചക്കയായിട്ടും പഴുത്ത ചക്കയായിട്ടുമൊക്കെ കൊടുക്കാറാണ് പതിവ്. പഴയ പ്ലാവായ കാരണം നന്നായി ചക്കയും ഉണ്ടാവും. പിന്നെ ഈ പ്ലാവുമേ നന്നായി കുല കുത്തി ചക്കയുണ്ടാവും. ഒരു കൊലയമേ തന്നെ 3, 4, 5 ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ചിലതൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ പ്ലാവിൻ്റെ തടിക്കാണെങ്കിൽ വണ്ണവും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സപ്പോർട്ടും കൊടുക്കണം, അല്ലെങ്കിൽ ചില്ലയൊക്കെ ഒടിഞ്ഞു പോകും. പിന്നെ ഇത് മഴക്കാലത്ത് കുറച്ച് മധുരം കുറവായിരിക്കും. വേനൽക്കാലത്താണെങ്കിൽ ചക്കയ്ക്ക് നല്ല മധുരവും ഉണ്ടാവും. അധികം രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട. അതുപോലെ നനയും കുറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അധികം 2 കിലോ അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് നമുക്ക് ഇടിയൻ ചക്ക ഇടാവുന്നതാണ്. അങ്ങനെ ഇടുമ്പോൾ മറ്റ് ചക്കകളൊക്കെ വലുതായും കിട്ടും. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.